അമേരിക്ക വലിയ വിലക്കയറ്റത്തിലേക്ക്. ട്രംപിനെ പഴിച്ച് ജനങ്ങൾ. ട്രംപിന്റെ തീരുവ പരീക്ഷണങ്ങൾ അമേരിക്കയെ വലിയ വിലക്കയറ്റത്തിലേക്ക് തള്ളിവിട്ടേക്കുമെന്ന് വിവിധ പഠനങ്ങളും റിപ്പോർട്ടുകളും. വ്യാപാര പങ്കാളികളായ മിക്ക രാജ്യത്തിനും ട്രംപ് ഉയർന്ന തീരുവ അടിച്ചു നൽകിയിട്ടുണ്ട്. എന്നാൽ ഇതുവരെ അമേരിക്കയിൽ വിലവർധന കാര്യമായി പ്രകടമായിട്ടില്ല. തീരുവ മുൻകൂട്ടി കണ്ട കമ്പനികൾ ചരക്കുകൾ ശേഖരിച്ചതാണ് ഇതിന് കാരണം എന്നാണ് വിലയിരുത്തൽ. ജൂലൈയിൽ വിലക്കയറ്റ തോതിലെ വർധന നാമമാത്രമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ബ്യൂറോ ഓഫ് ലേബർ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കണക്ക് പ്രകാരം 0.2% മാത്രമാണ് പണപ്പെരുപ്പത്തിലെ വർധന. 2025 രണ്ടാം പകുതിയിലാകും തീരുവയുടെ ആഘാതം പ്രതിഫലിക്കുക. അമേരിക്കയിലേക്ക് ഉൽപാദനം തിരികെ കൊണ്ടുവരാനും തൊഴിലവസരങ്ങൾ കൂട്ടാനും ലക്ഷ്യമിട്ടാണ് ട്രംപ് തീരുവ ഉയർത്തിയിരിക്കുന്നത്. എന്നാൽ ഇത് ഏറെ ദുഷ്കരമായിരിക്കുമെന്ന് വിവിധ സർവകലാശാലകളിലെ സാമ്പത്തിക ശാസ്ത്ര പ്രൊഫസർമാരും ഗവേഷണ സംവിധാനങ്ങളും വിലയിരുത്തുന്നു. തൊഴിലധിഷ്ഠിത വ്യവസായങ്ങളിൽ മത്സരക്ഷമത നിലനിർത്താൻ അമേരിക്കയ്ക്ക് സാധിക്കില്ല എന്നതാണ് ഇതിന് കാരണം. ഉയർന്ന ഇറക്കുമതി തീരുവയുടെ ആഘാതം അമേരിക്കൻ ജനങ്ങൾ നേരിടേണ്ടി വരും. ഉൽപ്പന്നങ്ങളുടെ വില ഉയരുന്നത് ഉപഭോഗം കുറയ്ക്കും, തൊഴിലവസരങ്ങൾ കുറയും. ക്രിസ്തുമസിനോട് അനുബന്ധിച്ചുള്ള വിപണിയിലെ ചലനങ്ങൾ ഇക്കാര്യത്തിൽ കൃത്യമായ ധാരണ നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. യേൽ സർവകലാശാലയിലെ ബജറ്റ് ലാബിന്റെ കണക്ക് പ്രകാരം ഗാർഹിക ചെലവിൽ വർഷം ശരാശരി ഏകദേശം 2 ലക്ഷം ഇന്ത്യൻ രൂപ വർധനമാണ് പ്രതീക്ഷിക്കുന്നത്. തുണിത്തരങ്ങൾ, വസ്ത്രങ്ങൾ, തുകൽ ചെരുപ്പുകൾ, ബാഗുകൾ തുടങ്ങിയവയ്ക്കൊക്കെ വില ഉയരും. വസ്ത്രങ്ങൾക്ക് 37% വരെ വില വർധനയാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിലെ ഉയർന്ന തീരുവയുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി കുറഞ്ഞ തീരുവയുള്ള ഇടങ്ങളിലേക്ക് മാറ്റിയാൽ പോലും 20% വില വർധന അനിവാര്യമാണെന്ന് കണക്കാക്കുന്നു. ഭക്ഷ്യവസ്തുക്കളുടെ വിലയിൽ 3%, പുതിയ വാഹനങ്ങൾക്ക് 12% വരെയും വില വർധനയാണ് ബജറ്റ് ലാബ് പ്രതീക്ഷിക്കുന്നത്. രാവിലത്തെ കാപ്പിക്ക് വരെ അധിക വില നൽകേണ്ടി വരുമെന്ന് അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിലെ സാമ്പത്തിക ശാസ്ത്ര പ്രൊഫസർ റോബർട്ട് ബ്ലെക്കർ പറയുന്നു. അമേരിക്കയിലേക്ക് കാപ്പി എത്തുന്നത് ബ്രസീലിൽ നിന്നാണ്. ബ്രസീലിന് അമേരിക്ക ചുമത്തിയിരിക്കുന്നത് 50% തീരുവയാണ്. അമേരിക്കയുടെ പ്രധാന വ്യാപാര പങ്കാളികളായ ജപ്പാൻ, യൂറോപ്യൻ യൂണിയൻ, ദക്ഷിണ കൊറിയ എന്നിവയ്ക്ക് 15% തീരുവ. കാനഡ, സ്വിറ്റ്സർലാൻഡ്, ബ്രസീൽ, ഇന്ത്യ എന്നിവയ്ക്ക് 35% മുതൽ 50% വരെയാണ്. രാജ്യങ്ങൾ സ്വന്തം നിലയിൽ കരാറുണ്ടാക്കിയില്ലെങ്കിൽ ശരാശരി തീരുവ 15 മുതൽ 20% വരെയാകും. 2025 ജനുവരിയിൽ ട്രംപ് അധികാരമേൽക്കുമ്പോൾ ഇത് 3% മാത്രമായിരുന്നു. ഈ അധിക തീരുവയുടെ ഒരു ഭാഗം ഇറക്കുമതിക്കാരും റീറ്റെയിൽ കമ്പനികളും വഹിച്ചാലും വിപണിയിൽ വിലക്കയറ്റമായി പതിക്കുമെന്ന് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഒരു മാന്ദ്യത്തിനുള്ള എല്ലാ സാധ്യതകളും ഉരുണ്ടുകൂടുന്നതായാണ് വിപണിയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ. വാൾമാർട്ട്, കോസ്കോ പോലുള്ള റീറ്റെയിൽ കമ്പനികൾ ഗൃഹോപകരണങ്ങളുടെയും ഫർണിച്ചറുകളുടെയും ഉപകരണങ്ങളുടെയും കുട്ടികളുടെ ഉൽപ്പന്നങ്ങളുടെയും വില ഉയർത്തി തുടങ്ങിയിട്ടുണ്ട്. ചൈനയ്ക്ക് 145% തീരുവ ചുമത്തിയത് അമേരിക്കയിലെ കുഞ്ഞുങ്ങളുടെ കളിപ്പാട്ടങ്ങളുടെ വിലയെ വരെ ബാധിക്കും. ചൈനയിൽ നിന്നാണ് അമേരിക്കയിലേക്കുള്ള കളിപ്പാട്ടങ്ങളുടെ 75% കയറ്റുമതി. ഇന്ത്യയുടെ 6000 കോടി രൂപ വരുന്ന കളിപ്പാട്ട കയറ്റുമതിയുടെ 40%-ലധികവും അമേരിക്കയിലേക്കാണ്. ഇന്ത്യയുടെ ഇറക്കുമതി തീരുവ ഉയർത്തിയ US നിലപാടിന് പിന്നാലെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അതേസമയം റഷ്യയിലേക്ക് പോവുകയാണ്. ഓഗസ്റ്റ് 20-21 തീയതികളിലാണ് അദ്ദേഹം റഷ്യ സന്ദർശിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമാനസ്.